ഇൻഡിഗോയിൽ 1000-ഓളം വിമാന സർവീസുകൾ മുടങ്ങുമെന്നാണ് ഇൻഡിഗോ മാനേജ്മെൻറ്റ് പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള 5 വിമാനങ്ങൾ ഇപ്പോൾ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഇൻഡിഗോ പ്രതിസന്ധി കണക്കിലെടുത്ത് ഇന്നും നാളെയും 6 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ഇൻഡിഗോ ഒരു ബജറ്റ് എയർലൈനാണെന്ന് നിങ്ങൾക്കറിയാം. അത്യാവശ്യം മിഡിൽ ക്ലാസ്സിനും സാധാരണക്കാർക്കുമൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്ന ചെറിയ അത്ര വലിയ പൈസ ഇല്ലാത്ത വിമാന കമ്പനിയാണ് ഈ ഇൻഡിഗോ. അപ്പോൾ നിരന്തരം അവർ സർവീസുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ 1000 സർവീസുകളൊക്കെ റദ്ദാക്കിയപ്പോൾ മറ്റുള്ള വിമാന കമ്പനികൾ ഈ അവസരം മുതലാക്കാൻ വേണ്ടി 15,000 രൂപയായിരുന്ന ചാർജ് 35,000 40,000 ആക്കിയിരിക്കുകയാണ്. വിമാന കൊള്ള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വിമാനത്തിൻ്റെ ചാർജിൽ കൊള്ളയാണ്. അപ്പം നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. വിവിധ എയർപോർട്ടുകളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ, ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണി, തിരുവനന്തപുരത്ത് നിന്ന് റിനു ശ്രീധർ, കണ്ണൂരിൽ നിന്ന് മുഹമ്മദ് റഗീസ് എന്നിവരെ ഒക്കെ ചേരുന്നു. കണ്ണൂരിലാണെങ്കിൽ ഡൽഹിയിലേക്കുള്ള വിമാനം റദ്ദാക്കി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ബൽറാമിലേക്ക് പോകാം. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ മറ്റുള്ള കമ്പനികൾ ഒരുപാട് പണമടിച്ചു മാറ്റാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എന്നാൽ ഈ സിവിൽ ഏവിയേഷൻ്റെ ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? ഇൻഡിഗോയുമായി സംസാരിക്കാൻ എനിക്കറിയാം പരിമിതമായ അധികാരങ്ങളെ അവർ കൊള്ളുവെങ്കിൽ പോലും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടിയിൽ നിന്ന് പിൻവാങ്ങണം എന്ന് ഉപദേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകളുടെ 60% കൈകാര്യം ചെയ്യുന്നത് ഇൻഡിഗോ കമ്പനിയാണ്. ആ കമ്പനിയുടെ സർവീസിനെയാണ് കഴിഞ്ഞ 3 ദിവസമായി ബാധിച്ചിരിക്കുന്നത്. ഇനിയും ഈ പ്രതിസന്ധി 2 ദിവസം കൂടി തുടരുമെന്ന് തന്നെയാണ് കമ്പനിയും അറിയിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും യാത്രക്കാർ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൃത്യമായി തന്നെ മറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ഇപ്പോഴും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റ് വിമാന കമ്പനികൾ അവരുടെ ടിക്കറ്റുകൾക്ക് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇരട്ടിയിലേറെ അല്ലെങ്കിൽ 4 ഇരട്ടിയോളം ചാർജ് ഈടാക്കുകയാണ്. ഇന്നലെ ഉച്ച മുതൽ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായി DGCA, വ്യോമയാന മന്ത്രാലയവും മറ്റും അറിയിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുന്നില്ല. ഈ കമ്പനികൾ നൽകുന്ന വിശദീകരണം, അനൗദ്യോഗികമായി നൽകുന്ന വിശദീകരണം, ഡിമാൻഡിനനുസരിച്ചാണ് ടിക്കറ്റുകളുടെ നിരക്ക് നിശ്ചയിക്കാറുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ക്രമം അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും അത്തരത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 60%-ലേറെ സർവീസുകൾ മുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന യാത്രക്കാരുടെ വലിയ ഡിമാൻഡ് അത് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ചാർജാണ് ഈടാക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രതിസന്ധി ഇനിയും 2 ദിവസം തന്നെ തുടരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. ഇന്നും 1000-ഓളം സർവീസുകളെ ബാധിക്കും എന്നാണ് ഇൻഡിഗോ കമ്പനി അറിയിക്കുന്നത്. കമ്പനി പലതവണ യാത്രക്കാരോട് ഈ വിഷയത്തിൽ മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. സർവീസുകൾ എത്രയും വേഗം പുനഃക്രമീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കമ്പനിയുടെ CEO ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡിസംബർ 12ഓടെ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നാണ് കമ്പനി കണക്കാക്കുന്നത്. നിലവിലെ പശ്ചാത്തലത്തിൽ അതിൽ DGCA കൊണ്ടുവന്ന ഈ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം നിയന്ത്രണങ്ങൾ ഇതാണ് ഇൻഡിഗോ കമ്പനിയെ ബാധിക്കാൻ ഇടയാക്കിയത്. എന്നാൽ ഈ വിഷയത്തിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. 1 വർഷത്തിലേറെ സമയം ലഭിച്ചിട്ടും ഈ ഒരു നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങൾ ഒന്നും തന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഇത് നടപ്പാക്കുന്ന തീയതി മുതൽ കമ്പനിയുടെ സർവീസുകൾ മുടങ്ങിപ്പോകുന്ന സാഹചര്യം ആണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം എന്തായാലും ഈ വിഷയത്തിൽ ഇളവുകൾ നൽകിയിട്ടുണ്ട് DGCA. ഇതനുസരിച്ച് തുടർന്നുള്ള സർവീസുകൾ പുനഃക്രമീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇൻഡിഗോ കമ്പനി. SKN. ഓക്കെ, താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ. DGCA എന്ന് പറയുമ്പോൾ സിവിൽ ഏവിയേഷൻ്റെ ഡയറക്ടർ ജനറലാണ് ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്ന്. ഇനി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വരികയാണ്. മുംബൈ എയർപോർട്ടിലെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കരുതാൻ കഴിയും. ഒരുപാട് വിമാനങ്ങൾ പൊങ്ങുന്നതും താഴുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ സാക്ഷ്യം വഹിക്കുന്ന എയർപോർട്ടുകൾ 2 അവിടെ ഉള്ളത്. ശ്രീനാഥ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. SK മുംബൈയിലും ഇന്നലത്തെ ഇതിന് സമാനമായ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് രാവിലെയും കാണുന്നത്. 12 മണി മുതൽ ഇതുവരെയുള്ള കണക്കുകളൊക്കെ ഇന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ 30-ലേറെ വിമാനങ്ങൾ, ഇവിടെ നിന്ന് പുറപ്പെടേണ്ട വിമാനങ്ങൾ ഇതിനോടകം ഇൻഡിഗോ റദ്ദാക്കിയിട്ടുണ്ട്. അതായത് സാഹചര്യത്തിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അത് വ്യക്തമാക്കുന്നത്. കൊച്ചിയിലേക്ക് ഇന്ന് രാവിലെ പുറപ്പെടേണ്ട വിമാനമടക്കമാണ് ഇപ്പോൾ ഇൻഡിഗോ റദ്ദാക്കിയിട്ടുള്ളത്. വലിയ പ്രതിസന്ധി ജനങ്ങൾക്കുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലേക്ക്, ഇപ്പോൾ തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കൊക്കെ വിമാനം ബുക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞത് 34,000 രൂപയെങ്കിലും മുടക്കേണ്ട അവസ്ഥ
അവസ്ഥയാണ്. അത് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ആ തുക ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാഴ്ച കാണുന്നു. തിരുവനന്തപുരത്തേക്ക് ഏതാണ്ട് 30,000 കഴിഞ്ഞാൽ പിന്നെ ഉള്ള ടിക്കറ്റ് ഏതാണ്ട് 75,000 മുകളിലാണ്. അതുകൊണ്ട് കിട്ടിയ അവസരം ബാക്കി എല്ലാവരും ചേർന്ന് മുതലാക്കുന്നു എന്ന് വേണം പറയാൻ. 2 വർഷ സമയം നൽകിയാണ് യഥാർത്ഥത്തിൽ ഇൻഡിഗോയ്ക്ക് ഇങ്ങനെ ഒരു മാറ്റം പരിഷ്കരണം DGCA നടപ്പാക്കാൻ വേണ്ടി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അത് എല്ലാ വിമാന കമ്പനികളും കൃത്യമായി അത് പാലിച്ചെങ്കിലും ഇൻഡിഗോ മാത്രം ആ കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തുകയും അതിൻ്റെ ദുരിതം ജനങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നും മുംബൈ അടക്കമുള്ള രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഉള്ളത്. SK തന്നെയാണ് മുംബൈ എയർപോർട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി ചെന്നൈ എയർപോർട്ടിൽ എന്താ സംഭവിക്കുന്ന അറിയില്ല. കാരണം അവിടെയെല്ലാം ഒരു കാര്യം തുല്യമാണ്. ഈ ഒരുപാട് വിമാനങ്ങൾ ഇൻഡിഗോ റദ്ദ് ചെയ്യുന്നു. അതോടൊപ്പം മറ്റുള്ള വിമാന കമ്പനികൾ ഇരട്ടി ചാർജ് ഈടാക്കാൻ ശ്രമിക്കുന്നു. മനീഷ് മൂർത്തി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മനീഷ്. ചെന്നൈയിലെ സ്ഥിതി എന്താണ്? ഗുഡ് മോർണിംഗ്. മറ്റ് ഇടങ്ങളിലെ പോലെ സമാനമായ അവസ്ഥ തന്നെയാണ്. നമുക്ക് ഈ ബോർഡുകൾ ഇവിടെ ഫ്ലൈറ്റിൻ്റെ അറൈവൽ ബോർഡുകളുണ്ട്, അറൈവൽ ഡിപ്പാർച്ചർ ബോർഡുകളുണ്ട്. അതിനകത്ത് ഇൻഡിഗോ നോക്കിക്കഴിഞ്ഞാൽ പലതും ഡിലേ ആണ്, പലതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 15ഓളം ഫ്ലൈറ്റുകൾ ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ചില ഫ്ലൈറ്റുകൾ, അതായത് ചില ഫ്ലൈറ്റുകൾ കൃത്യമായി തന്നെ നടക്കുന്നുമുണ്ട് എന്നും ഈ ബോർഡിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ രീതിയിലായിരുന്നു. അതായത് ബോർഡിൽ വളരെ കൃത്യമായിരുന്നു, പക്ഷേ അറൈവലൊക്കെ വീണ്ടും ഡിലേ ആവുന്ന ഒരു നിലയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു 3 ദിവസങ്ങളിലായി യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതം എന്ന് പറയുന്നത് ചില്ലറയല്ല. ഈ ഇൻഡിഗോയുടെ ഒരു കാര്യത്തിൽ ഇന്നലെ മാത്രം ഏകദേശം ഇന്നലെ ഇവിടെ നിന്നുള്ള മുഴുവൻ ഫ്ലൈറ്റുകൾ, അത് വൈകുന്നേരം ആകുമ്പോഴേക്കും മുഴുവൻ ഫ്ലൈറ്റുകളും റദ്ദ് ചെയ്യുന്ന ഒരു നിലയുണ്ടായിരുന്നു ചെന്നൈ എയർപോർട്ടിൽ നിന്നുള്ളത്. ഇന്നിപ്പോൾ കൃത്യമായ കണക്കുകൾ എന്തായാലും പുറത്തു വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ബോർഡിൽ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡിലേ ഉണ്ട്, അതുപോലെ തന്നെ ക്യാൻസലേഷൻ ഉണ്ട്. അതെല്ലാം തന്നെ ഇൻഡിഗോ ഫ്ലൈറ്റുകളാണ്. ബാക്കിയെല്ലാം കൃത്യമായി തന്നെ സർവീസ് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. എന്തായാലും പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇന്നും ഏകദേശം 1000ഓളം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ആവാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവരുടെ CEO തന്നെ പറയുന്നത്. അപ്പോൾ പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യാത്രക്കാരുടെ ദുരിതം എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ തുടരുമെന്നാണ് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SK ഇനി കൊച്ചി എയർപോർട്ടിലേക്ക്. താങ്ക് യു മനീഷ് മൂർത്തി. ആൻമരിയ സണ്ണി ചേരുകയാണ്. കൊച്ചി വിമാനത്താവള സ്ഥിതി എന്താണ്? വിമാനങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നുണ്ടോ അതോ കറക്റ്റ് സമയത്ത് പോകുന്നോ? ഈ ഇൻഡിഗോ വിമാനങ്ങൾ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ച. പല ആളുകളും മണിക്കൂറുകളായിട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് പല ഫ്ലൈറ്റുകളും ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുള്ള പല വിവരങ്ങളും ഇവർക്ക് ലഭിക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് 11 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന രീതിയിലുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ സ്ഥിതിയും. അത് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. ചിലർക്കൊക്കെ ഇവർ തന്നെ താമസ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ഫ്ലൈറ്റുകളാണ്. ചിലരൊക്കെ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടൊക്കെ വന്ന് നിൽക്കുന്ന ചില ആളുകളുണ്ടായിരുന്നു. അവരോടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടൊക്കെ വന്ന ആളുകളാണ്. ഇൻഡിഗോ അഹമ്മദാബാദാണ് ഇപ്പോൾ കട്ടായിരിക്കുന്നത്. ആ കുട്ടിക്ക് നാളെ പരീക്ഷ എഴുതാനുള്ളതാണ്. PSCയുടെ ഗുജറാത്തിലെ പരീക്ഷ എഴുതാനുള്ളതാണ്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് സെമിനാറിന് വന്നതാണ്. ആ സെമിനാറിന് വന്നിട്ട് നേരെ ഇപ്പോൾ രാത്രി വന്നിട്ട് ഞങ്ങളിപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ പിന്നെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. 8 മണിക്ക് ഇവിടെ വന്നെന്ന് പറഞ്ഞ് അങ്ങനെ വന്നു 6 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. പക്ഷേ ഇപ്പോൾ പറയണു അത് ഫ്ലൈറ്റ് ഇല്ല. പകരം എന്തെങ്കിലും സംവിധാനം ഒരുക്കി തരാൻ സംവിധാനം ഇല്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഒരു സംവിധാനം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് അറിയണതിൻ്റെ വക്കീൽ എത്തി നിൽക്കുക. SK ഇത് തന്നെയാണ് പറയുന്നത്. ചിലരൊക്കെ നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അയ്യപ്പ ഭക്തന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ കാണുന്നത്. ഇന്നലെയൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കാണുന്നത്. ചേട്ടാ ഇപ്പോൾ എന്താ പറയുക? ഇവരെ ഒരു അറിയിപ്പെങ്കിലും തരണ്ടേ? കൃത്യസമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ ബോർഡിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കിയത്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള കൊച്ചാ. നാളെ പോയി നാളെ കഴിഞ്ഞ് ഡ്യൂട്ടി കയറേണ്ട ആളാണ്. ഇവർക്ക് നമുക്കൊരു അറിയിപ്പ് തന്നല്ലേ? മൊബൈലിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് തരാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണോ? ഇവിടെ വരുമ്പോഴല്ലേ നമ്മളിത് ക്യാൻസൽ ആക്കിയെന്ന് അറിയണത് തന്നെ. ഇന്നലെ അറിയിച്ചെങ്കിൽ ഞങ്ങൾ രാവിലെ ബാംഗ്ലൂർ ഡയറക്റ്റ് പോയിക്കൊണ്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ കൃത്യസമയത്തിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂർക്ക് എത്തുമോ? അത് നേരത്തെ ഒരു ഇൻഫർമേഷൻ തരണ്ടല്ലേ ഞങ്ങൾക്ക്? വളരെ മോശം ഇവർ ചെയ്യുന്നത്. SK നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പ ഭക്തന്മാരൊക്കെ ആണെങ്കിൽ പോലും ഇവിടെ കിടക്കുകയാണ്. അവർ ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് കാണാം ആളുകളൊക്കെ കാത്തുകെട്ടി ഇതേ ബാഗും സാധനങ്ങളും ഒക്കെ വെച്ച് കാത്തുകെട്ടി ഇന്ത്യയുടെ മുൻപിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ചേർന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് അവിടെ നിന്നും വിമാനം റദ്ദ് ചെയ്തിട്ടുണ്ട്. റിനു ശ്രീധർ വിവരങ്ങളിൽ പറയും. ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു പ്രതിസന്ധി അവിടുത്തെ എയർപോർട്ടിൽ?
ഗുഡ് മോർണിംഗ് SKN. തിരുവനന്തപുരത്ത് സമാന സാഹചര്യം തന്നെയാണ്. അല്പസമയം മുമ്പ് നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ലെങ്കിൽ പോലും ഈ ടിക്കറ്റ് കൗണ്ടറിൽ വലിയ ബഹളമാണ് യാത്രക്കാരുടെ ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് മാത്രം 5 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. 6:05 പുറപ്പെടേണ്ടുന്ന തിരുവനന്തപുരം ഡൽഹി വിമാനം, 6:35 പുറപ്പെടേണ്ട തിരുവനന്തപുരം ചെന്നൈ വിമാനം, 7:35 ഹൈദരാബാദ്, 9:50 പുറപ്പെടേണ്ടുന്ന മുംബൈ വിമാനം, 11:55 പുറപ്പെടേണ്ടുന്ന തിരുവനന്തപുരം ബാംഗ്ലൂർ വിമാനം എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇവിടെയും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തരാണ് ഇവിടെ എത്തി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. യാത്രക്കാരുണ്ട് നമ്മളോടൊപ്പം. എത്ര മണിക്ക് വന്നാ? എന്താണ് ഇവിടെ എത്തിയതിനു ശേഷമാണോ അറിഞ്ഞത്? ഞാനൊരു 6:30 ആയപ്പോൾ എത്തിയതാണ്. അപ്പോൾ എത്തിയപ്പോഴാണ് അറിയുന്നത് ഫ്ലൈറ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇന്നും നാളെ ഇല്ല. എവിടേക്ക് പോകേണ്ട? ചണ്ഡീഗറിലേക്ക് പോകാനായിരുന്നു ഇൻഡിഗോ. അപ്പം മുംബൈ വഴിയുള്ളതായിരുന്നു. മുംബൈ ആയിരുന്നു ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 ദിവസത്തേക്കില്ല. ഇനി 8-നാണ് റീഷെഡ്യൂൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് 8-ാം തീയതിത്തേക്കാണ്. പക്ഷെ അതും ഉറപ്പില്ല. അപ്പം ഞാനൊരു എക്സാമിൻ്റെ ഭാഗമായിട്ട് പോകാനായിരുന്നു. എനിക്ക് 8 മുതൽ എക്സാം ഉണ്ട്. ബുദ്ധിമുട്ടാണ്. പിന്നെ തീർച്ചയായിട്ടും ഇത്തരത്തിലാണ്. അതായത് ഒരു മുന്നറിയിപ്പ്, ഒരു മെസ്സേജ് കൊണ്ട് പോലും ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വ്യക്തി പറയുന്നത്. അവർ ഒരു പരീക്ഷയുടെ ഭാഗമായി പോവേണ്ടുന്നതായിരുന്നു, പക്ഷെ ഒരു തരത്തിലും ഒരു വിവരവും അവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ പ്രതിഷേധം അകത്ത് നടക്കുന്നുണ്ട്. അയ്യപ്പ ഭക്തരടക്കം വലിയ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇൻഡിഗോ ചില സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി നൽകാമെന്ന് പറയുന്നുണ്ട്. റൂമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തി നൽകാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അത്യാവശ്യമായി നാട്ടിലേക്ക് പുറപ്പെടേണ്ടതാണ്, നാട്ടിലേക്ക് പോവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് വരും സമയങ്ങളിൽ. ഇതുവരെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏകദേശം 5 വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദ് ചെയ്തിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് റിനു ശ്രീധർ, താങ്ക് യു. തിരുവനന്തപുരം വിമാനത്താവളത്താണ് റിനു ചേർന്നത്. ഇനി കണ്ണൂരിൽ ഇൻഡിഗോ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ്, കണ്ണൂരിലെ അവസ്ഥ എന്താണ്? അവിടെയും ഇൻഡിഗോ വിമാനങ്ങളുണ്ടല്ലോ, അത് ക്യാൻസൽ ചെയ്യപ്പെട്ടോ? യാത്രക്കാരുടെ നിലപാട് എന്താണ്? SKN, ഇന്നലെ രാത്രി വലിയ പ്രതിഷേധമായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിലുണ്ടായിരുന്നത്. അത് നേരത്തെ ഈ പലരും പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളൊരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്നും വാഹനമൊക്കെ എടുത്തിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് വാഹനത്തിൽ കയറുന്നതിന് മുമ്പ് പോലും പലരും എയർപോർട്ടിൽ പലരെയും ഒപ്പം തന്നെ ഈ ട്രാവൽ ഏജൻസികളെയും ഒക്കെ വിളിച്ച് ചോദിച്ചിരുന്നു ഈ വിമാനമുണ്ടോ എന്ന്. രാവിലെ മുതൽ വാർത്ത കാണുന്ന ആളുകളാണ്. പലരും നമ്മളെ തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളടക്കമുള്ളവർ മറുപടി, ഇൻഡിഗോ എന്താണോ മറുപടി നൽകുന്നത് ആ മറുപടിയാണ് നൽകുന്നത്. വിമാനം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവർ എയർപോർട്ടിലേക്ക് എത്തുന്നു. പിന്നീട് വലിയ പ്രതിഷേധമൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്, യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊക്കെയും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സ്ഥിതി ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ അത് വലിയ ഗുരുതരമാണ് എന്ന് പറയാൻ കഴിയില്ല. അത്രയധികം ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇന്ന് രാവിലെ ഡൽഹിയിലേക്ക് ഏതാണ്ട് ഒരു 12:05 പുലർച്ചെ ഒരു വിമാനമുണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ ഒരു വിമാനം ഉണ്ടായിരുന്നു. ആ വിമാനം റദ്ദാക്കിയിരുന്നു. അതിന് പിന്നാലെ 6:05 പുറപ്പെടേണ്ട ഡൽഹി വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു വിമാനവും റദ്ദാക്കിയിട്ടില്ല എന്നാണ് നിലവിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഈ ഫുജൈറിൽ നിന്ന് വരേണ്ട ഒരു വിമാനമുണ്ട്. അപ്പോൾ ഈ ഫുജൈറയിൽ നിന്ന് വരേണ്ട വിമാനം പുറപ്പെട്ടിട്ടുണ്ട്. അത് കൺഫേം ആണ്. അത് 10 മിനിറ്റ് വൈകിയാണ് നിലവിലുള്ളത്. ആ വിമാനം എത്തിയാൽ ഉടൻ തന്നെ അബുദാബിയിലേക്ക് ആ വിമാനം സർവീസ് നടത്താൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് ബാക്കിയുള്ള 4 വിമാന സർവീസുകൾ, അത് ഇവിടെ നിന്ന് പുറപ്പെടേണ്ട 4 വിമാന സർവീസുകൾ അത് പുറപ്പെടും, അതുണ്ടാകും എന്നുള്ള വിവരമാണ് അധികൃതർ നൽകുന്നത്. ഒപ്പം തന്നെ 5 വിമാനങ്ങളാണ് എത്തേണ്ടത്. ചെന്നൈയിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, ബംഗളൂരുവിൽ നിന്നും ഒക്കെ ഉൾപ്പെടെയുള്ള 5 വിമാനങ്ങളാണ് എത്തേണ്ടത്. 2 അന്താരാഷ്ട്ര വിമാനങ്ങളും 2 ആഭ്യന്തര വിമാനങ്ങളും എന്നാണ് മനസ്സിലാക്കുന്നത്. അതും എത്തുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ ആശങ്ക എന്തായാലും ഉണ്ടാകില്ല. 5 വിമാനങ്ങളാണ് എത്തേണ്ടത്, 5 വിമാനങ്ങളാണ് പുറപ്പെടേണ്ടത്. അതിലൊന്ന് മാത്രമാണ് നിലവിൽ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. SKN. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് ചേർന്നത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്നാണ് റഹീസ് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.